ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ്. ഇന്ന് ഇപ്പോൾ ആക്ച്വലി എനിക്ക് ഒരാഴ്ചയായിട്ട് ഓഫായിരുന്നു. ആ ഓഫ് ടൈമിലായിരുന്നു നമ്മൾ ദുബായിലൊക്കെ പോയി കറങ്ങി അടിച്ച്. ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ എൻ്റെ ഓഫ്. ഈ ഒരു ദിവസം മാക്സിമം ക്രിയേറ്റീവായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ജിമ്മിൽ പോകുന്നു. സാധാരണ ഞാൻ ജിമ്മിൽ പോകുന്നതാണ് എൻ്റെ ഓഫ് ഡേയ്സിലൊക്കെ. ജിമ്മിലേക്ക് എന്നെ ഇറക്കിയത് ഗൈസ് നമ്മുടെ എമിൽ ബ്രോയാണ്. എമിൽ ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ബിൽഡിങ്ങിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് പറയാവുന്ന ഒരു വ്യക്തിത്വമാണ്. അതിനെപ്പറ്റിയൊക്കെ പിന്നെ പറയാം. രാവിലെ നമ്മൾ ജിമ്മിൽ പോകുന്നു, പിന്നെ വളരെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പല പല കാര്യങ്ങളുണ്ട്. ക്രിയേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് ക്ലീൻ ചെയ്യുന്നു, അങ്ങനെ വണ്ടി കഴുകാൻ പോകുന്നു. പിന്നെ നമ്മുടെ ബോട്ടിൽ ടിപ്പോ ഇതൊരു 10-20 രൂപയ്ക്കുള്ള മുതലുണ്ട് ഗൈസ്. അതെല്ലാം നമ്മൾ കൊണ്ട് ഡംപ് ചെയ്യുന്നു. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വളരെ ക്രിയേറ്റീവായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ കൊണ്ടിടാം. തണുപ്പൊക്കെ ആയതുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വള്ളിയാവും ഗൈസ്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ടാകത്തില്ല. അപ്പോൾ രാവിലെ നമ്മൾ ഒരു 5 മിനിറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. എന്നാലും അങ്ങനെ വലിയ ഓവർ തണുപ്പൊന്നും ആയിട്ടില്ല. സ്റ്റിൽ നമ്മളെപ്പോഴും വണ്ടിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം ഗൈസ്. വണ്ടി നമ്മൾ കൊണ്ട് നടക്കുന്ന സാധനമല്ലേ. ഗേറ്റൊക്കെ തുറന്ന് സെറ്റാക്കി വെക്കാം. ഈ ഗേറ്റൊക്കെ ഓട്ടോമാറ്റിക്കൽ ഗേറ്റ് ആയിരുന്നു ഗേസ്. ഇപ്പോൾ അത് മാനുവലി തുറക്കേണ്ടി വന്നു. അപ്പോൾ അതും നമ്മുടെ പാർട്ട് ഓഫ് വർക്കൗട്ടായി. അപ്പോൾ ഇനി ഗൈസ് നമുക്ക് ജിമ്മിൽ പോയിട്ട് കാണാം. നമ്മൾ ജിമ്മിലെത്തി. ജിമ്മിൽ വന്ന് ഇന്ന് നമുക്ക് ആക്ച്വലി നമ്മുടെ നടനില്ലേ, നമ്മുടെ പല 1-2 വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട്, ഷെബിൻ എന്ന് പറഞ്ഞിട്ട്. ഷെബിൻ്റെ വീട്ടിൽ നമുക്കൊരു ബാച്ചിലേഴ്സ് പാർട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സെറ്റപ്പൊക്കെ കാണിച്ചു തരാം. എല്ലാവരും ഒന്നും കാണിച്ചില്ലെങ്കിലും ചെറുതായിട്ടൊക്കെ കാണിച്ചു തരാം. ജിമ്മിൽ ഇന്ന് ആക്ച്വലി വലിയ റഷില്ല, വീക്കെൻഡൊക്കെ ആയതുകൊണ്ട്. അല്ലെ ഇവിടെ പാർക്കിംഗ് കിട്ടാൻ വലിയ പാടാണ്. ഞാൻ കിങ്സ് വേയിൽ ഫിറ്റ്നസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ജിമ്മിലാണ് വരുന്നത്. അപ്പോൾ പാർക്ക് ചെയ്യട്ടെ. ഈ പാർക്കിംഗ് സ്കില്ല് ഇത് ഞാൻ കാണിച്ചു തരാം. ഈ കാനഡയിലൊക്കെ അത്യാവശ്യം ഡ്രൈവ് ചെയ്യുന്നവർക്ക് അത്യാവശ്യം പാർക്കിംഗ് സ്കില്ല് ഇല്ലെങ്കിൽ പെടും ഗൈസ്. കാരണം ഇതുപോലെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്പോട്ട്സ് ആയിരിക്കും എല്ലായിടത്തും. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ചില മിക്കവാറും പാർക്കിംഗ് സ്പോട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ലൈനിനകത്ത് കിടക്കാനുള്ള സ്ഥലമേ ഉള്ളൂ വണ്ടി. നമുക്ക് ഇതൊന്നും ഇട്ട് കാണിക്കാൻ ഗൈസ്. ഇനി നമ്മുടെ ക്ലീനിങ് തുടങ്ങുകയാണ് ഗൈസ്. മൊത്തം ഇച്ചിരി അലമ്പായിട്ടാണ് കിടക്കുന്നത്. നമ്മളിനി ഫുള്ള് ക്ലീനിങ് കഴിഞ്ഞുള്ള സെറ്റപ്പ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഈ നഗരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ മതം, ദേശം, വർഗം, ജാതി ഇതൊന്നുമില്ല. പണിയെടുക്കുക, പണം ഉണ്ടാക്കുക. ഓരോരുത്തർക്കും ആവശ്യം വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളെയാണ്. And now they trust me. ഗൈസ് അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഓൾമോസ്റ്റ് സെറ്റാക്കി ഗൈസ്. ഇപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ നീണ്ട് തന്നെ ക്ലീനിങ് ആയിരുന്നു. ഇവിടെ ഗൈസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർബേജ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. ഇത് ഗ്രീൻ ഗാർബേജ്, ഇത് ഓർഗാനിക് അല്ല. ലൈക്ക് ഫുഡ് ഗാർബേജ് ഒക്കെ, ഫുഡ് വേസ്റ്റ് ഒക്കെ ഇതിനകത്ത്. അല്ലാത്ത ലൈക്ക് പ്ലാസ്റ്റിക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഈ ബ്ലാക്കിനകത്ത് പോകും. പിന്നെ അല്ലാതെ റീസൈക്ലിങ് ലൈക്ക് കാർഡ്ബോർഡ്സ്, ഇങ്ങനത്തെ ബോട്ടിൽസ്, അങ്ങനത്തെ റീസൈക്ലിംഗ് ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മുടെ ഈ പൊട്ടുന്ന ടൈപ്പ് അത് വേറൊരു സെപ്പറേറ്റ് ഇതിനകത്ത് വെക്കണം. ഇങ്ങനെയൊന്നും വെച്ചില്ലെങ്കിൽ സിറ്റി നമുക്ക് ഫൈൻ തരും ഗൈസ്. പിന്നെ നമ്മുടെ വെളിയിൽ കാർപ്പറ്റ്സ് ഒക്കെ തൽക്കാലം ഉണക്കട്ടെ. പിന്നെ നമുക്ക് ഈ ബോട്ടിൽ കൊണ്ട് കൊടുക്കാം ഗൈസ്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞുള്ള വ്യൂ കൂടെ ഒന്ന് കാണിച്ചു തരാം. ഏതാ വ്യൂ ഗൈസ്. ഞാൻ എപ്പോഴും എന്തെങ്കിലും ചെയ്യുന്നുണ്ട് പഴയ 90s സോങ്സ് അങ്ങ് കൊണ്ടിടും. അതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വൈബ് അങ്ങ് ചേഞ്ച് ആകും ഗൈസ്. വേറെ തന്നെ വൈബ്. വാവ്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ മുമ്പേ കണ്ടുകൊണ്ടൊന്നുമല്ല ഗൈസ്. വലിയ വൃത്തിയൊന്നും ആയില്ലെങ്കിലും വൃത്തികേടങ്ങ് മാറി കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ബോട്ടിൽ കൊണ്ട് കൊടുക്കാം ഗൈസ്. ഇതിനി അവിടെ ചെന്ന് സെപ്പറേറ്റ് ചെയ്യണം ഗൈസ്. അതാണ് ഏറ്റവും വലിയ പണി. ദിവസം നമ്മൾ ക്രിയേറ്റീവായിട്ട് സ്പെൻഡ് ചെയ്തതായിരുന്നു. നമുക്ക് ഗീറ്റ് തുറക്കാം. നമ്മുടെ സുഹൃത്തും നടനും സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്ററും ഷെബിക്കയുടെ വീട്ടിൽ നിന്ന് നമുക്കൊരു വൈകിട്ടൊരു ഗെറ്റ് ടുഗദർ ഉണ്ട്, ഒരു ബാച്ചിലേഴ്സ് പാർട്ടി. എന്തോ ആയി നോക്കിയിട്ട് വരാം. നമുക്ക് എന്തെങ്കിലും ഹെൽപ്പൊക്കെ വേണമെന്ന് ചോദിച്ചിട്ട് വരാം. പിന്നെ എന്തെങ്കിലും ഫുഡായെങ്കിൽ അത് ടേസ്റ്റ് ചെയ്യുകയും ചെയ്യാമല്ലോ ഗൈസ്. ഷെബിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിചയപ്പെടുത്തി, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പരിചയപ്പെടുത്താം. ഷെബിക്ക ഇവിടെ ഇല്ല ഗൈസ്. എനിക്ക് തോന്നുന്നു രാവിലെ ആള് ഇവിടെ മലയാളി അസോസിയേഷൻ, അതുപോലെ തന്നെ സ്പോർട്സ്, അങ്ങനെ പല പരിപാടികൾ ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു ആളാണ്. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഇവരുടെ ഈ ഫുട്ബോൾ മാച്ചൊക്കെ കാണാം, അതിന് പോയേക്കുവാന്ന് തോന്നുന്നു. അപ്പോൾ സാറില്ല ഗൈസ്, ഷെബിക്ക നമ്മുടെ പല വീഡിയോയിലും ഷെബിക്ക വന്നിട്ടുണ്ട്. അപ്പോൾ ആളെ വൈകിട്ട് കാണിക്കാം. അപ്പോൾ ഇനി നമ്മൾ നേരെ ബോട്ടിൽ ഡിപ്പോയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സമ്മറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യൂ ആണ് ഗൈസ്. ഇനി ഈ ഇലകളെല്ലാം താഴെ വീഴും. അപ്പോൾ ഫോളാകും. പിന്നെ വിൻ്റർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇലയൊക്കെ ഈ മരമൊക്കെ കമ്പ് മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കും. ഇപ്പോഴത്തെ ഈ വ്യൂ മാക്സിമം ഇപ്പോൾ എൻജോയ് ചെയ്തോണം. അടുത്തൊരു
അടുത്ത മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 മാസത്തേക്കിന് വലിയ വ്യൂ ഒന്നുമില്ല. പിന്നെ സ്നോ വീണ് കഴിഞ്ഞാൽ എല്ലാം വൈറ്റായിട്ട് കിടക്കും. അപ്പോൾ ഓക്കെ, നമുക്കിനി ബോട്ടിൽ ടിപ്പ് വേണ്ടിയിട്ടല്ല ഗൈസ്. അങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എത്ര കിട്ടുമെന്നറിയാം ഗൈസ്. $1, $2 അല്ല, $10 കിട്ടി ഗൈസ്. $10. ഇത്രയും മെനക്കെട്ടിട്ട് നമുക്ക് $10. ഗൈസ് ഒന്നും ഇല്ലാത്തതിനെക്കാട്ടി പെട്ടല്ല. ഇനിയിപ്പോൾ ഗൈസ് ഞാൻ ഈ ബോട്ടിലിൻ്റെ കൂടുതൽ വീഡിയോസ് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടു നോക്കുക ഗൈസ്. അപ്പോൾ നമ്മുടെ ക്യാഷൊക്കെ കിട്ടി. ഇന്ന് ആക്ച്വലി കുറേ പരിപാടികളുള്ള ദിവസമാണ്. ഇനിയും അടുത്ത് എന്താണെന്ന് നോക്കട്ടെ. വണ്ടി ഒന്ന് വാഷ് ചെയ്യണം ഗൈസ്. സമയമുണ്ടോ എന്ന്. പ്രത്യേകിച്ച് ഇവിടെ ഈ വാൻകൂവറിൽ എപ്പോഴാണ് മഴ പെയ്തതെന്ന് പറയാനൊക്കത്തില്ല. അപ്പോൾ വണ്ടി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ, മഴ പെയ്ത് കഴിഞ്ഞാൽ വെറുതെ പിന്നെയും പൊടി അടിക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇട്ടാൻ കഴിയാം. അതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. കൊണ്ട് നമ്മൾ സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ അങ്ങോട്ട് സെറ്റാക്കി വെക്കും. നാളെ പിന്നെയും വള്ളിയാകും ഗൈസ്. അപ്പം നമുക്ക് ആ പരിപാടിയിലോട്ട് പോകാം. ഇവിടെ ജോലിയുണ്ടോ? ഇപ്പോൾ ആക്ച്വലി കമ്പാരിറ്റീവ്ലി പഴയതുപോലല്ല സിറ്റുവേഷൻ. ജോലിയൊക്കെ ഒത്തിരി കുറവാണ്. പക്ഷെങ്കിൽ ഈ നാട്ടിലുള്ളവരാണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ നാട്ടിലുള്ളവർക്ക് ഇവിടെ വരാതെ ജോലിയൊന്നും ഇവിടെ ആരും സ്പോൺസർ ചെയ്തില്ല. അപ്പോൾ ഇവിടെ എങ്ങനെയും വരാനുള്ള പരിപാടികൾ നോക്കുമോ. നീ സ്റ്റുഡൻ്റായിട്ട് വരിക, അല്ലെങ്കിൽ PR ആയിട്ട് വരിക, അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പിൽ വരിക. വന്നാൽ മാത്രമേ ജോലിയുള്ളൂ. പിന്നെ ഇപ്പോൾ സ്റ്റുഡൻസിനൊക്കെ ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷമമാണ്. പഴയതുപോലല്ല. ബട്ട് സ്റ്റിൽ തപ്പിയാൽ കിട്ടും. ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ മാറി നിന്നാൽ ഒന്നും കിട്ടത്തില്ല. ഇപ്പം ഞാൻ പോയി ബോട്ടിൽ ഡിപ്പോ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ജോലി കിട്ടും. എനിക്ക് തോന്നുന്നു ടൈമും അവിടെ ഫ്ലെക്സിബിൾ ആയിരിക്കും. പക്ഷേ അവിടെ മിനിമം പേ കാണത്തുള്ളൂ. ബെനിഫിറ്റ്സ് ഒക്കെ കുറവായിരിക്കും. പക്ഷേ സർവൈവൽ ജോബ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് കേസ്. ഇതല്ലെങ്കിൽ നമ്മുടെ ഈ ടീം ഹോട്ടൽസ് പോലത്തെ അല്ലെങ്കിൽ ഫുഡ് ചെയിൻ അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ് സർവൈവൽ ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ജോലിയുണ്ട്. ജോലി തീരെ ഇല്ല, കുറവാണ്. കമ്പാരിറ്റീവ്ലി മാർക്കറ്റ് ഒത്തിരി ഡള്ളാണ്. ബിക്കോസ് ഇവിടെ ഒരുപാട് ആളുകൾ കൂടി. അതിൻ്റെ നേരത്തെ എന്ന് പറഞ്ഞാൽ ലേബർ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ആളുകൾ ഒരുപാടുണ്ട്. ഈവൻ മിനിമം പേയിൽ വർക്ക് ചെയ്യാൻ ആളുകൾ റെഡിയാണ്. അത് ശരിക്കും നമ്മളെപ്പോലുള്ളവരെ ഒത്തിരി എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇത്രയും നാളായിട്ട് ഇവിടെ ഉണ്ട്. നമുക്കിപ്പോൾ മിനിമം പേയിലോട്ട് പോയി പിന്നെയും വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ചെയ്യേണ്ടി വന്നാൽ ചെയ്യും, അത് വേറെ മാറ്റർ. അപ്പോൾ അതൊക്കെയാണ് സിറ്റുവേഷൻ. അപ്പോൾ എനിവേസ് ഇതൊക്കെ മാറും, ചേഞ്ച് ആവും. ബിക്കോസ് അതുകൊണ്ട് തന്നെ കാനഡയുടെ ഇമിഗ്രേഷൻ റൂൾസ് ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസിന് ഇവർ സ്റ്റേ ബാക്ക് ഓപ്ഷൻസ് ഇല്ലെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇമിഗ്രേഷൻ ഫുള്ളി സ്റ്റോപ്പ് ചെയ്യാൻ പോകാമെന്ന് പറയുന്നു. അത് പക്ഷേങ്കിൽ സ്റ്റുഡൻസ് ഇവിടെ വന്ന സ്റ്റുഡൻസിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ലൈക്ക് വിഷയം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് അവർക്ക് PR കിട്ടാനും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കൂട്ട് ഇപ്പോൾ ഈ വാൻകൂവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മേജർ സിറ്റിയാണ് കേസ്. ഇവിടുന്ന് ഇച്ചിരി അങ്ങോട്ട് മാറി ഇപ്പോൾ ഇവിടുന്ന് ഇച്ചിരി അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഹോപ്പ്, ലൈക്ക് മിഷൻ അല്ലെങ്കിൽ മീററ്റ്, അങ്ങനത്തെ ഇവിടുന്ന് ഒരു 10-100-200 കിലോമീറ്റർ അപ്പുറമാണ് ഈ സ്ഥലങ്ങളൊക്കെ. അവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണ് എനിക്കറിയാൻ പറ്റിയത്. അപ്പോൾ മേജർ സിറ്റിയിൽ നിന്ന് മാറി ഇച്ചിരി അങ്ങോട്ടൊക്കെ നോക്കാമെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഇച്ചിരി ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചിലവുകൾ കൂടി അതനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യാതെ കാര്യങ്ങൾ നടക്കത്തില്ല. വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കത്തില്ല. അപ്പോൾ ഓക്കെ, സ്കൂളിൽ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ആണല്ലോ നടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം ഗൈസ്. ഇവിടെ ഒരു ഇന്ത്യൻ സ്റ്റോർ ഉണ്ട്, തുർഗ എന്ന് പറഞ്ഞിട്ട്. അവിടെ ഇപ്പോൾ ജസ്റ്റ് കയറി കുറച്ച് സാധനമൊക്കെ വാങ്ങി. പ്രത്യേകിച്ച് വീക്കെൻഡ് ആയതുകൊണ്ട് അവിടെ കുറച്ച് സ്നാക്സ് ഒക്കെ കാണും. ആ സ്നാക്കും ഒക്കെ വാങ്ങിച്ച് നമ്മളിപ്പോൾ ഇറങ്ങി. ഇനിയും ഗൈസ് നമുക്ക് വീട്ടിൽ ചെന്ന് ഞാൻ വിചാരിച്ച ഏതായാലും വണ്ടി സർവീസ് സ്റ്റേഷനിൽ കൊണ്ട് സർവീസ് ചെയ്യുന്നില്ല, വെറുതെ നഷ്ടമാണത്. കാരണം രാവിലെ ആണെങ്കിൽ പോലും ജസ്റ്റ് ചെറുതായിട്ടൊരു മഴ പെയ്ത് അങ്ങ് നിന്ന്. അപ്പോൾ അതിലും അത് വീട്ടിലിട്ടാൻ കഴിയുന്നത് ചെറുതായിട്ടൊന്ന് കഴുകി സെറ്റാക്കാം. ഈ വണ്ടി കുഴപ്പമില്ല ഗൈസ്, എൻ്റെ വണ്ടിയാണ് പ്രശ്നം. അത് നമുക്ക് ഫുള്ളിന്ന് കഴുകി, മൊത്തമൊന്നും കഴുകി ഇറക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് കഴുകി ഇറക്കാം. അപ്പോൾ അങ്ങനെ വീക്കെൻഡിൻ്റെ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇനിയിപ്പോൾ ക്ലീനിങ് കഴിഞ്ഞു. ഇനി റിലാക്സ് ചെയ്തിട്ട് ഞങ്ങൾക്കൊരു 3 മണിക്കാണ് ഞാൻ പറഞ്ഞ ഗെറ്റ് ടുഗദർ. അതുകൂടെ കാണിച്ച് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. ഗൈസ് തൽക്കാലം നമ്മൾ സർവീസ് സ്റ്റേഷനിൽ പോകുന്നില്ല, ഇവിടെ ഇട്ട് തന്നെ കഴുകാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ബാക്കിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ഈ ഓസ് ഇട്ട് നമുക്ക് തൽക്കാലം കഴുകാം. മൊത്തം പൊടി അടിച്ച് കിടക്കുകയാണ് ഗൈസ്. ഒരു തീരുമാനമാക്കണമെന്ന്. ഇത്രയും മതിയായിരിക്കും. വെള്ളം വണ്ടിയായിട്ട് ഒരു വിധത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു മെനയാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. വെറുതെ ഇപ്പോൾ നമ്മൾ സർവീസ് സ്റ്റേഷനിൽ കൊണ്ട് അടിച്ച് $10-20 കടഞ്ഞ് വാഷ് ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ എന്താ വാങ്ങുന്നത്? നീ വല്ല സോപ്പോ ഒക്കെ ഇട്ട് ശരിക്ക് കഴിയാലേ പോകത്തുള്ളൂ.
ഒരു വിധത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു മെനയാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ വ്ളോഗർ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇതെന്താ സജ്ജി ഒരു മെനയില്ലാത്തതെന്ന് ചോദിക്കത്തില്ല. അത് തൽക്കാലം നമ്മൾ സെറ്റാക്കി ഗൈസ്. അങ്ങനെ ഗൈസ് വണ്ടി അത്യാവശ്യം വൃത്തിയും മെനയൊക്കെ ആക്കി നമ്മുടെ സ്ട്രീറ്റിൽ തന്നെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പോയി ഒന്ന് സെറ്റാകട്ടെ, ഒന്ന് കുളിച്ച് സെറ്റായാലേ കാര്യങ്ങളൊക്കെ സെറ്റാകത്തുള്ളൂ ഗൈസ്. എന്നാലും നമ്മുടെ രാവിലത്തെ ആ ഒരു മൂഡ് സെറ്റാകത്തുള്ളൂ. അങ്ങനെ ഗൈസ് കുളിച്ച് സെറ്റായി, ഒരു മെനയായില്ലേ. ഇത് ഞാൻ നമ്മുടെ ഇപ്പോൾ പോയി ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചത് കിങ് ഫിഷാണ് ഗൈസ്. ഇത് 2 സ്റ്റേക്ക്, അതായത് 4 പീസ്. ഇതിന് $25 ഗൈസ്, ഏകദേശം 2000 രൂപ. പിന്നെ ഒരു പാക്കറ്റ് മിക്സർ മേടിച്ചു. പിന്നെ ഇത് ഗൈസ്, ഇതാണ് ഹൈലൈറ്റ്. വീക്കെൻഡിലൊക്കെ ഇത് കിട്ടത്തുള്ളൂ. നാട്ടിലുള്ളവർക്കൊന്നും വലിയ കാര്യമൊന്നും ആയിരിക്കത്തില്ല, പക്ഷേ നമ്മളെപ്പോൾ ഉള്ളവർക്ക് ഇത് വലിയ സംഭവമാണ് ഗൈസ്. അപ്പോൾ ഇന്ന് ഇതൊക്കെ ആയിട്ട് അങ്ങോട്ട് ഇരിക്കാം ഗൈസ്. അങ്ങനെ റിലാക്സിങ് മോഡായി ഗൈസ്. റിലാക്സിങ് ആണ്, വേറെ ഒന്നുമില്ല. കിഡിലൻ ടച്ചിങ്സ് ആണ് ഗൈസ്. ഇതൊക്കെ നമുക്ക് അങ്ങനെ അധികം ഇവിടെ കിട്ടാത്ത ഐറ്റംസാണ്. മുടിഞ്ഞ വിലയുമാണ്, വല്ലപ്പോഴൊക്കെ വാങ്ങലുള്ളൂ. പിന്നെ തലയാണ മന്ത്രം, കിടില മൂവി. എനിക്ക് പഴയ മൂവീസൊക്കെയാണ് കൂടുതലും ഇഷ്ടം. നമ്മൾ ഈ പോളിടെക്നിക്കിലൊന്നും പഠിക്കാത്തതുകൊണ്ട് യന്ത്രങ്ങളുടെ പ്രവർത്തനമൊന്നും എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ ഗൈസ്. അങ്ങനെ നമ്മൾ ഷെബിക്കാട് വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. നമ്മൾ ഇപ്പോഴേ തുടങ്ങുന്നുണ്ട്. 4 മണിയായി, ചെറുതായിട്ടൊന്ന് ഉറങ്ങി. ഇനിയിപ്പോൾ നൈറ്റ് ഏകദേശം ഒരു 10-11 മണി വരെ ഞങ്ങൾ അവിടെ സെറ്റാകാനാണ് പരിപാടി. PS4 ഒക്കെ കളിച്ച് പോക്കറൊക്കെ കളിച്ച് അങ്ങനെ ഒരു ബോയ്സ് നൈറ്റാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഗൈസ്. ഷെബിക്ക അവിടെ ഓണാണെന്ന് തോന്നുന്നു. ഷെബിക്കയുടെ ജീപ്പ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നാളെ ഇവിടെ കാണും. ബാലതാരം ഒക്കെ ആയത് ഷെബിക്ക മൊത്തം ഓണല്ലേ. ഷെബിക്ക നമ്മുടെ പല വീഡിയോയിലും വന്നിട്ടുണ്ട്. ഷെബിക്കയുടെ ഒരു ചെറിയൊരു പരിപാടിയാണ് ഞങ്ങളിന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. ഷെബിക്കയുടെ റൂം കൂടെ ഒന്ന് കാണിച്ചേക്കാം. എഡിറ്റിംഗ് ഒക്കെ നടക്കുന്ന റൂം ഇതാണ് ഗൈസ്. ആ എഡിറ്റിംഗ് ഒക്കെ ഞാൻ എൻ്റെ പല വൈറലായ വീഡിയോസ് ഇവിടെ എഡിറ്റ് ചെയ്തതാണ് ഗൈസ്. കണ്ടില്ലേ, റൂം തന്നെ വേറൊരു വൈറൽ കണ്ടന്റാണ്. ഇത് ഞാൻ വേറൊരു രീതിയിൽ ചെയ്തു തരാം. ഇതൊക്കെ എന്തോ തരത്തില്ല ഗൈസ്, മൊത്തം പോകുകയും വെട്ടിയും പോകുകയാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആള് ഭക്തിയാണ്, ഭക്തി മാർഗത്തിലാണ്. കൊന്തയൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. ഭക്തി രതി എന്നൊക്കെ കേട്ടിട്ടില്ല, അതാണ് സംഭവം. ബോയ്സിലെ ഞങ്ങള് സ്വന്തം റിഷാദ് ബ്രോ, ഷെബിക്ക, ഉൽക്കം ബ്രോ, ഇതാണ് ഞങ്ങൾ എല്ലാം ഇഷാക്ക. ഇത് നമ്മുടെ എല്ലാം ബ്രോ. ഷെബിക്കയ്ക്ക് വീഡിയോ വരാൻ താല്പര്യമില്ല, കാരണം ആള് പണ്ട് സിനിമ വിട്ടതാണ്. സിനിമ വിട്ടു, പക്ഷെങ്കിൽ ഇപ്പോഴും എല്ലാത്തിലും ആക്റ്റീവായിട്ടുണ്ട്. നമ്മുടെ പ്രശസ്ത സഹസംവിധായകനായ ലിനു ആൻ്റണിയുടെ അനിയനാണ് ഈ നിൽക്കുന്നത് ഷെബിക്ക. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇനി എടുത്തെടുത്ത് പറയുന്നില്ല, ആൾക്കത് ഇഷ്ടമല്ല. എനിവേസ് നമ്മുടെ കുക്കിംഗ് ആണ് ഗൈസ് ഇന്നത്തെ ഹൈലൈറ്റ്. മുട്ട ബജ്ജി. ഇത് നമ്മുടെ നാട്ടിലെ സ്ട്രീറ്റ് ഫുഡ് സ്റ്റേഷനുകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഐറ്റമാണ്. ഇത് നമ്മളിത് വീട്ടിലുണ്ടാക്കുന്നത്. അതാണ് ഷെബിക്ക. ഷെബിക്ക ഓണല്ലേ? ഗൈസ് ഇവിടെ ഭയങ്കര കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്റർനാഷണൽ കളിയാണ്. ഇഷാം ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ലിവർപൂളിന് വേണ്ടിയില്ലേ കളിക്കുന്നത്. എമിൽ ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറെ ആളാണ്. എമിൽ ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് PS5 കണ്ടുപിടിച്ച എമിൽ ബ്രോ ആണ്. പക്ഷെ അതൊക്കെ കാര്യം പറയണ്ടല്ലോ. ആളെന്ന് പറഞ്ഞാൽ പ്രോയാണ്, പ്രോ. ഗൈസ് അങ്ങനെ മുട്ട ബജി സെറ്റാക്കി. ഗൈസ് ഇവിടെ ഒരു പഞ്ചുപിടി മത്സരമാണ് നടക്കുന്നത്. 2 തുല്യ ശക്തികളാണ്. എമിൽ ബ്രോയും ഇഷാം ബ്രോയും കൂടെയാണ്. എമിൽ ബ്രോ പറഞ്ഞത് ഇഷാം ബ്രോ ജയിക്കത്തില്ലെന്നാണ്, പക്ഷെ ഇഷാം ബ്രോ ഒട്ടും വിട്ടുകൊടുക്കത്തില്ല. എമിൽ ബ്രോ എന്ന് പറഞ്ഞാൽ ജിമ്മിന്റെ ഒരു അഗ്രഹണ്യനാണ്. പക്ഷെ ഇഷാം ബ്രോ പറഞ്ഞത് നീ ജന്മം ജയിക്കത്തില്ലെന്ന് പറയുന്നത്. ഇതാ അട്ടിച്ച് താഴ്ത്തു എന്ന് പറയുന്ന ഇഷാമൊക്കെ അട്ടിച്ച് താഴ്ത്തി കഴിഞ്ഞ് എമിൽ ബ്രോ തോറ്റ് കഴിഞ്ഞാൽ നാണക്കേടാണ്. നമ്മൾ ജിമ്മുകാർക്കെല്ലാം നാണക്കേടാണ്. എമിൽ ബ്രോ തോറ്റിരിക്കുകയാണ് കേസ്, ഏകദേശം തോറ്റു. ഇനിയിപ്പോ തോൽവി സമ്മതിച്ചാൽ മാത്രം മതി കേസ്. ഏതാണ്ട് ഉറപ്പിച്ചു, തോൽവിയാണ് ഉറപ്പിച്ചു കേസ്. ഏതാണ്ട് തീരുമാനമായി. തോക്കല്ലേ നമ്മൾ ജിമ്മുകാർക്ക്, നീ തോറ്റു. തോറ്റ മുഖം ഗൈസ്. എല്ലാവരും ഭയങ്കര കട്ടയ്ക്ക് കട്ടള പോലെ കണ്ടോണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ മറ്റേ ദുബായ് വീഡിയോസാണ്. എമിൽ ബ്രോ FIFA ടൂർണമെന്റ് ആണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇതാ എമിൽ ബ്രോ 1 മിനിറ്റ്. എമിൽ ബ്രോയിൽ നിന്ന് ഇഷാൻ ബ്രോയിലേക്ക്. ഇഷാൻ ബ്രോ ആൻഡ് എമിൽ ബ്രോ, ഉക്കം ബ്രോ ആൻഡ് റിഷാദ് ബ്രോ. എമിൽ ബ്രോ കം ഓൺ ബ്രോ. ഒറ്റ പാസിൽ കളി തിരിയും ഗൈസ്. ഫിഫയുടെ ഒരു 1 ടൂർണമെന്റ് ഗൈസ് ഇവിടെ നടന്നു ഗൈസ്. ഉമ്മച്ചീസ് കിച്ചൺ. ഇത് വേറെ ലെവൽ സാധനമാണ് ഗൈസ്. ബിരിയാണി. അങ്ങനെ ബോയ്സുമായിട്ട് നമ്മൾ പോക്കർ നൈറ്റ് ഒക്കെ ആയിരുന്നു. പോക്കർ PS5 ഒക്കെ ആയിട്ട് കളിച്ച് അങ്ങനെ നിന്നു. അടിപൊളി സെറ്റപ്പ് ആയിരുന്നു ഗൈസ്. എനിവേസ്
ഈ വീഡിയോ ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യുന്നു. നമ്മൾ മാക്സിമം ഒരു ദിവസം കൊണ്ട് കാണിക്കാവുന്നതൊക്കെ മാക്സിമം ഞാൻ കാണിച്ചിട്ടുണ്ട്. കീപ് സപ്പോർട്ടിങ് റോബിക്കറ്റിക്.